വന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൻ സാർ. സാറിനെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഹോളി ഗ്രേസിലെ സയൻസ് ടീച്ചറായിട്ടുള്ള ജിഷ ടീച്ചറെയും നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, നമ്മൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന 3 വ്യക്തിത്വങ്ങൾ കുട്ടികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെക്കുറിച്ചുള്ള ഒരു ചർച്ച, കുട്ടികളുടെ സ്കൂളിൽ പോകാനുള്ള പേടി, മടി, ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്താലോ? തീർച്ചയായിട്ടും. കുട്ടികളും സ്കൂളും അല്ലെങ്കിൽ കുട്ടികളും അധ്യാപകരും എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ സമഗ്രമായ ഒരു വികസനമാണ് അത് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇന്റലക്ച്വലായിട്ടുള്ള ഒരു ബൗദ്ധിക മേഖലയിൽ മാത്രമല്ല ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്നത് കൊണ്ട് വികാസം പ്രാപിക്കുന്നത്, മറിച്ച് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽ, അതുപോലെ സോഷ്യൽ കണക്ടിവിറ്റി, സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു ജീവിതം എങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് നയിക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറയും, ഒരു വ്യക്തിയെ വ്യക്തിത്വമുള്ളവനാക്കി തീർക്കുന്നത് സ്കൂളും പരിസരങ്ങളും അതിനേക്കാൾ ഉപരി അധ്യാപകരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അധ്യാപന വൃത്തിയിലൊക്കെ ആയിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്ന് പറയുന്നതും കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നതും അഭിമാനം തന്നെയാണ്. കാരണം എനിക്കറിയാം, ഞാൻ കൂടുതലും കുഞ്ഞുങ്ങളായിട്ടും കൗമാരപ്രായക്കാരുമായിട്ടൊക്കെ ഇടപെടാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവരുടെ ഒരു വളർച്ചയിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മയായിട്ടുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം കുട്ടികളെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോൾ ആ കുട്ടികളെ വളർത്തണം എന്നുള്ളൊരു ബോധ്യവും വളർത്താനുള്ള ഒരു സ്കില്ലും അതിനുള്ള ഒരു അതോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഥൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. അപ്പോൾ അവിടെയാണ് കുട്ടികളുടെ പ്രോബ്ലംസ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്കത് ഡീല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കുട്ടികളുടെ സമഗ്ര വികാസത്തിന് അധ്യാപകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും സമഗ്ര വികസനത്തിന് അധ്യാപകർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പോകാനായിട്ടൊരു താല്പര്യക്കുറവ്, മടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് തന്നെ വിഷമം തോന്നും. അവര് രാവിലെ ഈ പിള്ളേരെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് കരച്ചില, പേടിച്ചിട്ട് കരയുവാണോ മടി പിടിച്ചിട്ട് കരയുവാണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിനേക്കാളും കൂടുതലും സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. മാതാപിതാക്കളെക്കാളും കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നതും അധ്യാപകരോടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകരോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇന്ന് സാറിനും ജിഷ ടീച്ചറിനും സാധിക്കും. ഓക്കെ, ഞാൻ ഈ ഫീൽഡിലായിട്ട് കഴിഞ്ഞ ഒരു 34 കൊല്ലത്തോളമായി. ഞാൻ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൽഹിയിൽ നിന്നാണ് 1990-ൽ. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ ഒരു പ്രവണത, അതായത് സ്കൂളിലേക്ക് കുട്ടി വരാൻ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി സ്കൂൾ തന്നെയാണ്, പേരൻസ് അല്ല. കാരണം സ്കൂള് കുട്ടിയെ മാടി വിളിക്കണം. അപ്പോൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിലുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഹോളി ഗ്രേസ് അക്കാഡമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കരിക്കുലം തന്നെ അവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 21ഓളം കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിലുണ്ട്. അതായത് ഗ്രൗണ്ട് ആക്ടിവിറ്റീസും സ്റ്റേജ് ആക്ടിവിറ്റീസുമായിട്ട്, പിന്നെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണ്ട് ഒരു 10 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു 30 കൂടുതൽ CCA ആക്ടിവിറ്റീസ് ഉണ്ട്. ഡെയിലി 1 മണിക്കൂർ കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാനുള്ള അവസരമുണ്ട്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് തീർച്ചയായിട്ടും സ്കൂളിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവും. എനിക്ക് പല പേരൻസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിക്കുന്ന ഫീഡ്ബാക്ക് ഇതാണ്: ഹോളിഡേ കിട്ടിയാലും കുട്ടിക്ക് വീട്ടിൽ ഇരിക്കണ്ട, സ്കൂളിൽ പോകണം. അപ്പം തീർച്ചയായിട്ടും അത് കുട്ടികളെ സ്കൂളിലോട്ട് അടുപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഈ സ്കൂൾ എങ്ങനെ ഒരു
ഒരു ആനന്ദദായമാക്കാമെന്നുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ അധ്യാപകരുടെ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് നമുക്കൊരു ഒരു ഫിയർ ഫാക്ടറായിരുന്നു നമ്മൾക്ക് ടീച്ചേഴ്സ്. നമ്മുടെ ചാക്കോമാഷും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ സ്കൂൾ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ഇടപെടുന്നതും ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ്, കുട്ടികൾക്ക് ആക്സസിബിളാണ് ടീച്ചേഴ്സ്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഫിയർ ഫാക്ടർ സ്കൂളിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു ഇപ്പം. അപ്പം എനിക്ക് തോന്നുന്നില്ല അത് ഇങ്ങനെയുള്ള ഒരു സ്കൂളിലാണെങ്കിൽ, ഒരു ആക്ടിവിറ്റി പാക്ഡ് സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ഭയം ഉണ്ടാകാൻ കാരണമില്ല. അതുകൊണ്ടാണ് നമ്മുടെ NEPയും അത് തന്നെ എംഫസൈസ് ചെയ്യുന്നത്. കുട്ടിയെ എങ്ങനെ അതായത് ഈ സൂചിപ്പിച്ച പോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്ബ്രിങ്ങിങ് ഈ കുട്ടികളിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അവരുടെ പേഴ്സണാലിറ്റി അതായത് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടികളെ ഒരു ഫ്യൂച്ചർ ഒരു എംപ്ലോയർ ആക്കാനും ഒരു എംപ്ലോയബിലിറ്റി സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുമുള്ള എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ചെയ്യേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അധ്യാപകരെന്ന രീതിയിൽ നമുക്ക് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ അറിയേണ്ടതില്ലേ? എന്തെല്ലാം മാറ്റങ്ങളാണ് കുട്ടികളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്? തീർച്ചയായിട്ടും ഞാനും ഈ സാറ് പറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഹോളി ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മടി എന്ന് പറയുന്ന ഫാക്ടർ അവിടേക്ക് വരുന്ന കുട്ടികളിൽ കാണാറില്ല. പക്ഷേ ഈ മടി വരുന്നത് ഞാൻ മനസ്സിലാക്കി വന്നത്, ഈ കുട്ടികൾക്ക് ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ, പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾ അത് പഠിക്കാതെ മടി പിടിച്ചിരുന്നിട്ട്, അപ്പോൾ ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ടെസ്റ്റ് പേപ്പർ ഉണ്ടാകാം, ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെൻറ്റ്, ചിലപ്പോൾ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുള്ളൂയിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ പേടിച്ചിട്ട് സ്കൂളിൽ മടി കാണിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു 1 hour പ്ലേ ടൈം എന്ന് പറയുന്നത് ആ ഒരു ഡേയിൽ അവർക്കത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. അവർക്ക് ഇഷ്ടമുള്ളതാണ്. അവർ 3 ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യുന്നു, അതാണ് അവർക്ക് അതവിടെ ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെ അവരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ്. ഹോളി ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദേശം 26 വർഷങ്ങളായിട്ട് പല സ്കൂളുകളിലായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് നാൾ എബ്രോഡായിരുന്നു. അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു ഇൻ്റർനാഷണൽ സ്കൂളാകുമ്പോൾ അവരുടെ ഒരു കൾച്ചർ ഡിഫറെൻ്റ് ആണ്. ഒരു ഡിസിപ്ലിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കേരളത്തിലൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിൻ്റെ പോലത്തെ ഒരു കൾച്ചർ ആയിരിക്കില്ല, പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ അന്നൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിലൊന്നും നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ വഴിക്ക് പോകുന്നു അങ്ങനെ. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ എൻ്റെ BEd കഴിഞ്ഞ കാലഘട്ടം മുതൽ ഇപ്പോൾ ഹോളി ഗ്രേസിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു കുട്ടിയോട് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എത്ര വലിയ കുറുമ്പനാണെങ്കിലും ശരി, എത്ര നോട്ടി ആയിക്കോട്ടെ, ആ കുട്ടി നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കും. അവന് അല്ലെങ്കിൽ അവൾക്ക് ഫീൽ ചെയ്യണം, ഓക്കെ നമ്മൾ പറയല്ലോ ടീച്ചേഴ്സ് എല്ലാം സെക്കൻഡ് മദറാണെന്ന് പറയില്ലേ, അവർക്ക് ആ ഒരു ഫീല് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് ഓടുന്നതിന് പകരം പതുക്കെ ചിലപ്പോൾ അതൊരു പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സ് ആവണമെന്നില്ല. അവർക്ക് നമ്മളെ ട്രസ്റ്റ് വേണം. ചില കുട്ടികൾക്ക് ട്രസ്റ്റ് എടുക്കാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അവർ പതുക്കെ തിരിച്ചോടുന്നതിന് പകരം പതുക്കെ നമ്മളിലേക്ക് തന്നെ വരും. അപ്പോൾ അവർ നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അവർ പാരൻസിൽ നിന്ന് ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും, ഓവർ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ തളർത്തിക്കളയുന്ന കുട്ടികളുണ്ട്. അതൊരു വലിയൊരു സ്ട്രഗിളായിട്ടെടുത്ത് ലൈഫ് തന്നെ എന്തു ലൈഫാന്ന് വരെ തോന്നുന്ന ചെറിയ കുട്ടികൾ വരെയുണ്ട്. ലൈഫിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാതെ, ഈ സാറ് പറഞ്ഞ പോലെ സാറ് 10th ആസ്ഥാന വാല്യൂ എഡ്യൂക്കേഷൻ സാറാണ്. ഞങ്ങൾക്ക് സബ്ജക്ട് ടീച്ചേഴ്സിന് ചില ക്ലാസ്സസ് ഞങ്ങൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ തരും. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 weeks ബിഫോർ ഞാൻ എൻ്റെ വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ചോദിച്ചു, എത്ര പേര് ആ ഒരു ചാപ്റ്റർ ഒരു ഹാപ്പി ലൈഫിനെ കുറിച്ചായിരുന്നു. ക്ലാസ് 8 ആണ്. എത്ര പേര് ഹാപ്പിയാണെന്ന് ചോദിച്ചപ്പോൾ കുറേ പേരൊക്കെ വെറുതെ കൈ ഉയർത്തി. ഞങ്ങൾ ഹാപ്പി അല്ലാന്ന് പറഞ്ഞ കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹാപ്പിയാവാൻ സാധിക്കുന്നില്ല? അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ ഇതാണ്, മിസ് അറിയാത്ത കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങൾക്ക് ഫാമിലിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫാമിലിയിൽ നിങ്ങൾ ഹാപ്പിയാണോ? ഒന്ന് ജസ്റ്റ് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അവരോട് കണ്ണടയ്ക്കാൻ പറഞ്ഞു, കാരണം ബാക്കിയുള്ളവർ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ. അപ്പോൾ ഹാപ്പി ഇല്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് കൈ ഉയർത്തി. കാരണം അവർക്ക് മനസ്സിലാവാത്ത, അവരെ അംഗീകരിക്കാത്ത
പാരൻസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാത്ത പാരൻസ് അവർക്കുള്ളത് കൊണ്ട് അവർ ഫാമിലിയിൽ ഹാപ്പി അല്ലാത്തവരുണ്ട്. വേറൊരു റീസണും കൂടി ഉണ്ട്, ഇവരുടെ ഫ്രീഡം. ഇവർ ആഗ്രഹിക്കുന്ന ഫ്രീഡം ചിലപ്പോൾ പാരൻസ്, അത് ശരിക്കും പാരൻസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ശരി, പക്ഷേ ഇവരുടെ വിചാരം എന്താണ്, ഓക്കെ എൻ്റെ ഏതോ ഒരു കാര്യത്തിൽ ഇവർ കൈകടത്തുന്നു. അങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. സ്കൂളിൽ പോകാൻ മടി, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ കൂടുതലും കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലംസ് അല്ലെ ഇമോഷണൽ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ജനറൽ കാറ്റഗറിയിൽ ഇങ്ങ് വരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം, മാതാപിതാക്കളോട് ഓക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഒരു ചീഫ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കും. അതിനുശേഷം ഞാൻ കുട്ടിയെ തനിയെ കാണും. തനിയെ കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓഫീസ് സെറ്റിങ്സിൽ ആയിട്ട് മാത്രമല്ല. ഞങ്ങൾക്ക് കിഡ്സ് പാർക്കുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ വെറുതെ കാഷ്വലായിട്ട് നമ്മൾ നടന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, മടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രമല്ല ഈ കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുന്ന ഒരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം അടുത്തിടയ്ക്ക് ഞാൻ കണ്ടൊരു കുട്ടി, അപ്പം എന്ത് ചെയ്താൽ സ്കൂളിൽ പോകത്തില്ല, പിന്നെ തള്ളി പിടിച്ച് കൊണ്ടുപോയി സ്കൂളിൽ ഇരുത്തുന്നു. അമ്മ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ അമ്മ തിരിച്ചു വന്നിരിക്കും. അപ്പം ഇതേപോലെയാണ്. അപ്പം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് മനസ്സിലായത് കാര്യം, ഇവൻ്റെ സ്റ്റെപ്പ് ഫാദറാണ് ഇവൻ്റെ കൂടെ ഉള്ളത്. അപ്പം അമ്മയും ഈ അച്ഛനും തമ്മിൽ വഴക്ക് പിടിക്കുന്നത് കുഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൊരു പ്രാവശ്യം കേട്ടതാണ്, നിന്നെ, അതായത് ഈ അപ്പൻ, ഈ സ്റ്റെപ്പ് ഫാദർ വൈഫിനോട് പറയുവാണ്, നിന്നെ ഞാൻ ഇവിടെ കൊന്ന് കിട്ടിത്തൂക്കൂടി. അപ്പൊ ഇത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ ഉലച്ചിരിക്കണം. അവൻ ആ വാക്ക് തന്നെയാണ് എന്നോട് ഉപയോഗിച്ചത്, സിസ്റ്ററെ എനിക്ക് പേടിയാ, അച്ഛൻ അമ്മയെ ചിലപ്പോൾ അതുപോലെ ചെയ്യും, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു പേടി കുഞ്ഞിന് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിലെ വേണ്ടപ്പെട്ടവരില്ലാതെയാകും, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമെന്നൊരു പേടി കൊണ്ട് സ്കൂൾ എത്രമാത്രം അട്രാക്റ്റീവ് ആയാലും പോകാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട് കുഞ്ഞിന്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഈ സോഷ്യൽ കണക്റ്റഡ്നെസ്, ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഫ്രീ വാമപ്പ് കുട്ടികളാവില്ല. അവർക്ക് കുറച്ച് സമയമെടുക്കും പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ ചെല്ലാനായിട്ട്. അപ്പം ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ ഇങ്ങനെ അവനെ കുത്തി നിറച്ച് പിടിച്ച് വണ്ടിക്കകത്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടേ ഇറക്കുന്നു. ഏതാണ്ട് കമോഡിറ്റി ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടേ ഇറക്കുന്നത് പോലെയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒന്നും ഒരു അനുഭവങ്ങൾ ഇൻ ബിറ്റ്വീൻ കിട്ടുന്നില്ല. അവിടേക്ക് ചെല്ലുന്നു, ഭയങ്കര ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞ് അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം. അപ്പം എല്ലാം നിയമത്തിൻ്റെ ചട്ടക്കൂടിലൂടെ കുഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവനായിരിക്കുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ അവൻ്റെ വിങ്ങിപ്പൊട്ടലുകളും പറയാനോ കേൾക്കാനോ ആരുമില്ല. ഇപ്പൊ ജിഷ് ടീച്ചർ പറഞ്ഞതുപോലെ എത്ര നോട്ടി ആവട്ടെ, അവനൊന്ന് അടുത്തിരുത്തി അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ആ ഒരു മാനുഷികമായിട്ടുള്ള ഒരു എന്താ പറയണേ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പൊ ഇതിനൊരു സമയം കിട്ടാതെ വരുമ്പോൾ കുഞ്ഞ് പേടിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? തീർച്ചയായിട്ടും കുട്ടികൾ ഒരിക്കലും ഇപ്പോൾ താരതമ്യേന നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു അടുത്ത കാലത്തെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് പറയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വിഷമങ്ങളും മാനസിക സംഘർഷങ്ങളും എല്ലാം ബിഹേവിയർ പ്രോബ്ലമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും ഇവന് ADHD ആണെന്ന് പറഞ്ഞു, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണെന്ന് ഇവനെ കണ്ട് പീഡിയാട്രീഷ്യൻ പറഞ്ഞു. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ട് ആ സിസ്റ്ററെ കൊണ്ടുവന്നെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അവൻ്റെ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റോ ഹൈപ്പർ ആക്ടിവിറ്റിയോ മാത്രമല്ല കാര്യം, അവനെ അതിൻ്റെ ഒരു പിന്നിൽ ഒരു ഇമോഷണൽ പ്രോബ്ലംസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം വീട്ടിലുണ്ടാകുന്ന ഒന്നില്ലെങ്കിൽ ഓവർ കെയറിങ്, പാമ്പറിങ്, അല്ലെങ്കിൽ നെഗ്ലിജൻസ്. അപ്പോൾ ഇത് രണ്ടിലൂടെയും കടന്നു പോകുന്ന കുട്ടികൾക്ക് ഇതേപോലെയുള്ള ബിഹേവിയർ പ്രോബ്ലംസ് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്.
ഇതുപോലെ തന്നെ അക്രമാസക്തരാകുന്നുണ്ട്. ചില സ്കൂളുകളിൽ നിന്നൊക്കെ വഴക്കുണ്ടാക്കി, തല്ലുപിടിച്ചു, പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമ്മളതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസണിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഫാമിലിയിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങളായിരിക്കും, അല്ലെ സിബ്ലിങ്സ് തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം ചില മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ ബയാസ്ഡായിട്ട് കാണുന്നവരുണ്ട്, അതായത് വേർതിരിവുകൾ. ഓക്കെ ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെ ഛായയിലാണുള്ളത്, അല്ലെങ്കിൽ അപ്പൻ്റെ വീട്ടുകാരുടെ ആ ഒരു ഫിഗറാണ് ഈ കുഞ്ഞിനുള്ളത്, അതുകൊണ്ട് അമ്മയ്ക്ക് അവനോട് ഇഷ്ടമല്ല, അത് പറയുകയാണ്. ഇതൊക്കെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ അഡാപ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ കുഞ്ഞിന്റെ വിചാരം, ഞാൻ ഇഷ്ടമില്ലാത്തവനല്ലേ, എന്നെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമല്ലല്ലോ, പിന്നെ ഇവർക്കും ഇഷ്ടം ഉണ്ടാവുമോ? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കമ്പാരിസൺ ഒരു ജിഷ മാഡം പറഞ്ഞു, ഞാനും അത് എൻ്റെ മനസ്സിലത് പറയാൻ ഞാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് ആയിരുന്നു അത്. കുട്ടികൾ ഏറ്റവും വെറുക്കുന്ന ഒരു വാക്കാണ് കമ്പാരിസൺ. അതായത് നമ്മുടെ പേരൻസ് ഒക്കെ പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമാണ്. ഇവരെ കസിൻസുമായിട്ട് കമ്പയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുക, റിലേറ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുക. അത് കുട്ടികൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കല്ല അത്. ഞാൻ ഈ 34 കൊല്ലമായിട്ട് ഞാൻ ചെയ്യാത്ത ഒരു കാര്യം അതാണ്. ക്ലാസ് റൂമിൽ ഞാൻ ഒരിക്കലും സ്കൂളിൽ ഒരു കുട്ടിയായിട്ട് ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല. ഓരോ കുട്ടികളും യുണീക്കാണ് ഒരു തരത്തിലല്ലെങ്കിൽ. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന പല കുട്ടികളും അക്കാഡമിക്കലി അവർ വളരെ സ്ട്രോങ് ആയിരിക്കില്ല, പക്ഷെ വേറെ ഏരിയയിൽ അവർക്ക് ഭയങ്കരമായ കഴിവുകളുണ്ട്. തീർച്ചയായിട്ടും സാറേ, ഞാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സ്കൂളുകളിൽ വിളിച്ച് ഞാൻ അവിടുത്തെ പ്രിൻസിപ്പലിനോടോ അല്ലെങ്കിൽ കൺസേൺ ടീച്ചേഴ്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുക തന്നെയല്ല, ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് കാര്യങ്ങളുണ്ട്, അത് അവരുടെ ഒരു ഫിസിക്കലായിട്ടുള്ള അബ്യൂസിനെ മാത്രമല്ല, ഇമോഷണലായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അബ്യൂസിനെയും അത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് ഈ ഒരു രീതിയിൽ, നിങ്ങൾ ഈ ഒരു തെറ്റായ രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് എനിക്കത് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പേഴ്സണലി വിളിച്ചു പറഞ്ഞ ചില ടീച്ചേഴ്സ് ഉണ്ട്. കാരണം എൻ്റെ അടുക്കെ വരുന്ന കുഞ്ഞുങ്ങൾ പറയുന്ന, ഇപ്പം കുട്ടികളുടെ വാക്കുകൾ മാത്രമല്ല ഞാനത് കണക്കാക്കിയെടുത്തത്, അതിൻ്റെ സാഹചര്യ തെളിവുകളോടുകൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഈ കമ്പാരിസണോട് ചേർത്ത് വെക്കേണ്ട വേറൊരു പോയിന്റാണ് ജഡ്ജ്മെന്റൽ. അതായത് ഈ കമ്പയർ ചെയ്യുകയും ജഡ്ജ് ചെയ്യാനായിട്ട് ഭയങ്കര തിടുക്കമാണ്. അത് പലപ്പോഴും ചില അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പം പേരൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് മറ്റൊരാളെ വിധിക്കുക, ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. അതൊന്നും കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ ചേർത്ത് നിർത്താൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻ, അതാണ് ശരിക്കും ഒരു അധ്യാപകരും കുട്ടികളുമായിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ. അതായത് ഇത്ര പിള്ളേർ ഇതെടുത്ത് ഓക്കെ അവരിത് ശരിയായിരിക്കാം, സാറ് പറഞ്ഞ പോലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അതിനുള്ള സാഹചര്യമില്ലാത്ത കുഞ്ഞുങ്ങളുമുണ്ട്. കാരണം ചില കുട്ടികളെയൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് തെറാപ്പിക്ക് കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം, നല്ല കാലിബറുള്ള കുഞ്ഞുങ്ങളാണ്, പക്ഷേ മേ ബി അവര് ചിലപ്പോൾ ഒരു എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു സ്റ്റാറ്റസിന്റെ പേരിലോ ഒക്കെ കുഞ്ഞുങ്ങൾ തഴയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ആ കുട്ടികളിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിശയം വരും. ഇപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ ആ കുഞ്ഞിനെ ആണല്ലോ അവര് ഇങ്ങനെ ഒരു ലെറ്റർ തന്ന് വിട്ടത്, ബ്രാൻഡ് ചെയ്ത് വിട്ടിരിക്കുക, കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പം പലപ്പോഴും ഞാൻ ഓർക്കും, ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്സഹായരാണ്, എല്ലാ രീതിയിലും ഒരു വൾണറബിൾ ഗ്രൂപ്പാണ്. അപ്പോൾ അവരെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത, അവരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത നമ്മളെ പോലെയുള്ളവർക്കാണ്. അപ്പോൾ ഇതിനൊരു സോഷ്യൽ പ്രതിബദ്ധത നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മടിയാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പേടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കാരണം എന്താണ്, അത് പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ അത് കുട്ടികളിൽ വരുന്നുണ്ട് കേട്ടോ. കാരണം പറയാതിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ചില ഈ സ്ക്രീൻ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലായിട്ടുള്ളൊരു മോട്ടിവേഷൻ, നമ്മൾ പറയണ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു മോട്ടിവേഷൻ വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം പുറമേ നിന്ന് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഫീഡ്ബാക്കോ റിവാർഡോ റീഇൻഫോഴ്സ്മെൻറ്റോ ഒരു മോട്ടിവേഷൻ, ഒരു പ്രഷറോ വരുന്നില്ല. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളോടുള്ള മാതാപിതാക്കളുടെ മനോഭാവത്തിലും നടപടികളിലൊക്കെ
അമിതമായ നിയമ സാധ്യതകളൊക്കെ കയറി വരുമ്പോൾ പേടിയാണ്. അപ്പോൾ ഞാൻ ഓർക്കുവാണ്, ഒരു കുഞ്ഞിനെ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് ഇതേപോലെ അവൻ സ്കൂളിൽ നിന്ന് ഓടിക്കളയും. അവനെ കൊണ്ട് ക്ലാസ്സിലിരുത്തും, ക്ലാസ്സിൽ അവൻ ഇരിക്കും, അവന് തോന്നുമ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും, എവിടെയാ പോയെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അത് സ്കൂളിൽ നിന്ന് മിസ്സിങ് കേസായി. അപ്പം നമുക്കറിയാം അത് പോലീസ് ഇടപെട്ടു. അതിനുശേഷം അതൊരു ചൈൽഡ് ലൈൻ വഴിയാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അവർ അവിടുന്ന് താക്കീത് കൊടുത്തു, അത് മാതാപിതാക്കളുടെ പ്രശ്നമാണ്, അതുകൊണ്ട് കുട്ടിയെ ഒന്നും ശാസിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, കുഞ്ഞു പോണ രീതിയിൽ പോകണം. മാതാപിതാക്കൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത്, സിസ്റ്റർ ഇവിടെ ഞങ്ങൾക്ക് പേടിയാ, ഇവൻ ഇനി അടുത്തത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങളാണ്, അത് ഞങ്ങൾ അതുപോലെ സിസ്റ്റർ ഈ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അതായത് കുടുംബത്തിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നതും അവരുടെ വളർച്ചയെ ബാധിക്കുന്നില്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കുട്ടികളിലെ ആ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം കുട്ടികൾ കൂടുതൽ വേണം എന്ന് സഭ നിഷ്കർഷിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം പുറമെ നിന്ന് വരുമ്പോഴും മാതാപിതാക്കൾക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിങ്ങൾക്കിത് അനുഭവപ്പെടുന്നുണ്ടോ? അതായത് കൂടുതൽ കുട്ടികളുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ സ്വഭാവവും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ വീട്ടിലെ 9ാമത്തെ ആളാണ്. എനിക്ക് 7 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 10 പേരാണ് ഉള്ളത്. അതേസമയം ഞങ്ങൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ബോധപൂർവമായ പല ഇടപെടലുകളും നടത്തിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കുട്ടിക്ക് ഐസൊലേഷൻ ഉണ്ടാകരുത്, ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുട്ടി സോഷ്യൽ റിലേഷൻ കൂടുതൽ, ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ട് അവന് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നമ്മുടെ കുട്ടിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്പർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റിയാലിറ്റി നാവും. ഇപ്പം പല കുടുംബങ്ങളിലും കുട്ടികൾ വേണ്ട, അവർക്ക് പല പുതിയ ന്യൂ ജനറേഷൻ കപ്പിൾസിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണ്ട എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്ന പലരെ എനിക്കറിയാം, എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ പേരൻസ് ബോധപൂർവമായിട്ട് തന്നെ ഇടപെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കേതായാലും ഈ നമ്പർ ഇപ്പോൾ ഇനിയും ഫാമിലികളിലൊന്നും കുട്ടികളുടെ നമ്പർ കൂടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതായത് യങ് ജനറേഷൻ്റെ പ്രയോറിറ്റീസ് വേറൊരു തരത്തിലാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആ ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. അത് പേരൻസിന് ആ ഭാഗത്ത് വളരെ ഒരു റോളുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കൂടുതൽ മെമ്പേഴ്സുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർക്കൊരു ഷെയറിങ് മെൻറ്റാലിറ്റി കൂടുതലായിരിക്കും തീർച്ചയായിട്ടും. കാരണം അവർ വീട്ടിൽ കാണുന്നത് തന്നെ അവർ സ്കൂളിൽ അത് അങ്ങനെ തന്നെ ആ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, അവരുടെ ഒരു ക്യാരക്ടർ സ്കൂളിൽ അവരത് കാണിക്കാറുണ്ട്. പിന്നെ അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു കെയറിങ്ങും ലവും നമുക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അവർക്കത് കുറച്ച് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ആദ്യത്തെ ഹോം എന്ന് പറയുന്നത്, അല്ലെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ ഹോം തന്നെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് സ്കൂളിൽ അത് അവർ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അത്രയും സ്ട്രോങ് പാരൻറ്റിങ്, ഇപ്പോൾ ഞങ്ങൾക്ക് സാറിനെ കുറേ നാളുകളായിട്ടാണ് സാറ് അതുപോലെയാണ് സാറും വൈഫും കൂടി സാറിൻ്റെ കുട്ടീനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു സ്ട്രോങ് പാരൻറ്റിങ് ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഈ എല്ലാ ക്വാളിറ്റീസും നമുക്ക് കാണാൻ പറ്റും. ജിഷ മാഡം പറഞ്ഞ വളരെ വാലിഡായിട്ടുള്ള പോയിന്റ്. ഷെയറിംഗ് എന്ന് പറയുന്നത് കൂടുതൽ മെമ്പേഴ്സുള്ള ഫാമിലിയിലെ കുട്ടികൾക്ക് അത് കൂടുതലുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ വീട്ടിലെ ഒരു 9ാമത്തെ അംഗം എന്നുള്ള നിലയ്ക്ക് എനിക്കത് വീട്ടിൽ നിന്ന് ഒത്തിരി ശക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ബോധപൂർവ്വം ഈ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ഇവൻ ഒരു 9th-ലും 10th-ലും 11th-ലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ലഞ്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് ഒരു തരി പോലും കഴിക്കാൻ കിട്ടുകയില്ല. അവൻ കൊണ്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും. എന്നിട്ട് മറ്റുള്ളവരുടെ ഒക്കെ അവന് കുറച്ച് വാങ്ങി. അപ്പോൾ ആ ഒരു ഷെയറിംഗ് എന്നുള്ള ആ ശക്തമായ ഒരു ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി മാത്രമുള്ള വീടുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ആ കുട്ടി സെൽഫിഷ് ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലെ ടോട്ടൽ ഫോക്കസ് ഒരു കുട്ടിയിലേക്ക് മാത്രമാണ്. അപ്പം ഞാൻ മാത്രമെന്നുള്ള ചിന്താഗതിയായിരിക്കും ആ കുട്ടിക്കുള്ളത്. അപ്പോൾ അത് മാറ്റണമെങ്കിൽ പേരൻസ് ആ രീതിയിലുള്ള ഇൻപുട്സ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഷെയറിങ്ങിൻ്റെയും കെയറിങ്ങിൻ്റെയും വില, അതിൻ്റെ മഹത്വം കുട്ടിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ
അത് കുട്ടിയിലേക്ക് ഉണ്ടാവുള്ളൂ, കുട്ടിക്ക് ഇമ്പാബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങളെ മാറ്റം വരുത്തുവാനും, മാറ്റം വരുത്താൻ നമുക്കായിട്ട് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെയും തോന്നാം, ഇപ്പം ചില കുടുംബങ്ങളിലൊക്കെ ഒരു കുട്ടിയായിരിക്കാം ഉള്ളത്. അപ്പോൾ അവർക്ക് തോന്നാം, അയ്യോ ഈ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യമാണല്ലോ, അപ്പം എൻ്റെ കുട്ടി എങ്ങനെ വിചാരിക്കുമെന്നൊക്കെ തോന്നാം. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു വാക്വമില്ലാതെ ആ കുഞ്ഞിനെ വളർത്താനായിട്ട്, അതായത് ഇപ്പം ചില സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ, അല്ലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് ഈ ഒറ്റ കുട്ടികളുള്ളപ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ആ ഒരു പ്രോബ്ലത്തെ, ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഒന്ന് മറികടക്കണം എന്ന് മനസ്സിലാകാതെ വരിക, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായി കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിരാശയിൽ അകപ്പെട്ടു പോവുക, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളാണ് പലപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പക്ഷേ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ ഒരു സൊസൈറ്റിയെ കൂട്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഈ സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ ആ ഒരു കോംപ്രമൈസ് കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. സ്കൂളിൽ മാത്രമല്ല, സഭാപരമായിട്ട് നമുക്കതിനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂട്ടിച്ചേർക്കുന്ന, കുഞ്ഞുങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു സംസ്കാരം സ്കൂളുകളിൽ, സഭകളിൽ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ വരികയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒറ്റപ്പെട്ടതായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മടി കൂടാതെ, പേടി കൂടാതെ സ്കൂളുകളിലേക്ക് കയറി ചെല്ലുവാൻ, അവിടെ സമഗ്രമായിട്ടുള്ളൊരു വികസനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിതം മാറ്റിമറിക്കുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ നല്ല വ്യക്തിത്വങ്ങളിലേക്ക് അവർ കടന്നു വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞാബദ്ധരാകാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്, പ്രൊഫഷണൽസ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ കൈകോർത്ത് നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും വളർത്തുവാൻ നമുക്ക് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും, അതുപോലെ മാള ഹോളി ഗ്രേസ് അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് സാറിനും, അതുപോലെ ജിഷ ടീച്ചർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.